ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സാങ്കേതികമായിട്ടും നിയമപരമായിട്ടും നിലനിൽക്കില്ലെങ്കിൽ ഈ സംസ്ഥാനത്തെ വൈദ്യുത ബോർഡും അതുപോലെ ഈ പറഞ്ഞ കമ്പനികളും തമ്മിലുണ്ടാക്കിയ ധാരണ പ്രകാരം നമുക്ക് വൈദ്യുതി കിട്ടിക്കൊണ്ടിരുന്നു അല്ലേ? 5-6-7 വർഷക്കാലം നമുക്ക് വൈദ്യുതി കിട്ടിക്കൊണ്ടിരുന്നു. എന്നിട്ട് അതെന്തുകൊണ്ട് റദ്ദാക്കിയെന്ന് ചോദിക്കുമ്പോൾ സാങ്കേതികമായിട്ടും നിയമപരമായിട്ടും നിലനിൽക്കാത്തതാണത് പോലും. അതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചനയുണ്ടെന്നാണ് CPM-ന്റെ പ്രതിനിധി പറയുന്നത്. നാളിതുവരെ അതുമായി ബന്ധപ്പെട്ട് മാധു ചോദിച്ച ചോദ്യങ്ങൾ കറക്റ്റാണ്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികളോ അന്വേഷണങ്ങളോ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കണ്ടെത്തലുകളോ നടന്നിട്ടുണ്ടോ? വൈദ്യുത ബോർഡിൽ റെഗുലേറ്ററി ബോർഡിൽ CPM നേതാക്കന്മാർ അല്ലെങ്കിൽ നേതാക്കന്മാർക്ക് വേണ്ടപ്പെട്ട ആളുകളെ നിയമിച്ചതിന് ശേഷം അവരൊരു സുപ്രഭാതത്തിൽ ഈ കരാർ റദ്ദാക്കാണ്. ഈ കരാർ റദ്ദാക്കുമ്പോൾ ചോദിക്കുന്നത് സാങ്കേതികമായിട്ടും നിയമപരമായി നിലനിൽക്കില്ലെന്ന്. നിയമപരമായി നിലനിൽക്കില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് 6-7 വർഷക്കാലം വൈദ്യുതി കിട്ടിയത്, കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി കിട്ടിയത്? ഇനി മുൻകാലങ്ങളിലൊക്കെ നമ്മൾ അഴിമതി ആരോപിക്കുന്നത് എങ്ങനെയാ? കൂടിയ വിലക്ക് കിട്ടുന്നത് മേടിക്കുന്നു. ഇപ്പൊ PP കിറ്റും മാസ്ക് ഒക്കെ മേടിച്ചപ്പോ എന്തായാലും രണ്ട് റേറ്റ് ഈ ടെൻഡറിൽ ഉണ്ടാകുന്നു. ആദ്യത്തെ ഏറ്റവും കുറഞ്ഞ നിരക്ക് ബിഡ് ചെയ്ത കമ്പനിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന് ശേഷം വെച്ച കമ്പനിക്ക് കിട്ടുന്നു. അതിലൊരു സാമാന്യ നീതിയുടെ ലംഘനമുള്ളത് കൊണ്ട് റെഗുലേറ്ററി കമ്മീഷന്റെ പരിഗണനയ്ക്ക് അത് വന്നപ്പോൾ അവരത് പറ്റില്ല, ആ കരാറ് നിയമപരമായി നിലനിൽക്കില്ല എന്ന് പറയുന്നു. ഇതിൽ ബെനിഫിറ്റ് കേരള ജനതയ്ക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും നിയമം നോക്കുന്ന അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ, ഒരു സ്ഥാപനത്തിന് അത് ചെയ്തല്ലേ പറ്റൂ. അല്ല മാധു, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മാധുവിന്റെ ചോദ്യത്തിൽ ഒന്നാമത്തെ എനിക്ക് കൗതുകകരമായിട്ട് തോന്നിയ കാര്യം, ഈ നിയമം നോക്കുന്ന ആളുകൾ 2016 അധികാരത്തിലെത്തിയതിനു ശേഷം 2021 വരെ നിയമം നോക്കാതെ കിടന്നുറങ്ങുമായിരുന്നു അല്ലല്ലോ. ഈ കുറഞ്ഞ നിരക്കിലുള്ള വൈദ്യുതി വാങ്ങി നമ്മൾ ഉപയോഗിച്ചു, നമ്മുടെ ജനങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടി, കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി കിട്ടി. ലോഡ് ഷെഡിങ് പോലും ഒഴിവാക്കപ്പെട്ടത് അതിന്റെ പേരിലാണ്. പ്രതിവർഷം നമുക്ക് 800 കോടിയോളം രൂപ ലാഭം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, കുറഞ്ഞ നിരക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അതൊന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്, നിങ്ങൾ പറഞ്ഞതുപോലെ ഈ ഇതിൽ നിയമപരമായിട്ടുള്ള പ്രശ്നമാണല്ലോ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ എടുക്കേണ്ടത്? അങ്ങനെ ആ പ്രൊസീജിയേഴ്സ് പാലിച്ചുകൊണ്ടാണ് നടപടിക്രമങ്ങൾ എടുത്തത്. ഇന്നിപ്പോൾ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു. കേരളത്തിലെമ്പാടും പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സാമാന്യ ജനത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ സമരങ്ങൾ നടക്കുക. ഈ ഇതുമായി ബന്ധപ്പെട്ട് CPM-ന് എന്താ സമരമില്ലാത്തത്? ഞാൻ നേരത്തെ ചോദിച്ചല്ലോ, 2014 അന്നത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചത് സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയുടെ ദോഷഫലങ്ങൾ ജനങ്ങളുടെ ചുമലിൽ കെട്ടിവെക്കുന്നതാണെന്ന് പറയുന്നു. ഇന്നത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അങ്ങനെ ഒരു നിലപാടില്ല. ഞാൻ പറയുന്നത് കേരളം ഭരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ വിയർപ്പിൽ പോലും രക്തഗന്ധമാണ്. സാധാരണ മനുഷ്യരുടെ വിയർപ്പൂറ്റിക്കൊണ്ട് അവരുടെ രക്തം കുടിച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ഇവർ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും വേണ്ടുള്ള ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് കുത്തക കമ്പനികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് കുറഞ്ഞ നിരക്കിൽ കിട്ടിയ ഒരു കരാർ അത് റദ്ദാക്കിക്കൊണ്ട് കൂടിയ നിരക്കിന് കരാർ വാങ്ങുന്നു, വൈദ്യുതി വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് ന്യായീകരിക്കാൻ CPM-ന്റെ പ്രതിനിധിക്ക് പോലും ഈ ചർച്ചയിൽ പറ്റുന്നില്ല. ഇതിൽ ഗൂഢാലോചനയുണ്ടെന്ന് പറയുന്നു. ഏത് ഗൂഢാലോചന, ആര് നടത്തി എന്ന് പറയണ്ടേ? ഇന്ന് റെഗുലേറ്ററി കമ്മീഷനിൽ അംഗമായിരിക്കുന്ന ആളുകൾ പോലും അന്ന് കരാർ ഒപ്പിട്ടപ്പോൾ അതിലുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഗൂഢാലോചനയുടെ ആളുകൾ അവരല്ലേ? ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കേണ്ട കാര്യമില്ല. ജനങ്ങളെ